ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ അവതരിപ്പിക്കുന്ന രൂപാന്തരപ്പെടുത്തുന്ന ജീവിത കഥകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ അതിഥിയായി കടന്നു വരുന്നത് മിസ്സിസ് എൽസി ഫിലിപ്പോസ് അവറുകളാണ്. അനേക വർഷക്കാലം നമ്മുടെ സ്കൂളുകളിൽ പലവിധമായ മേഖലകളിൽ ജോലി ചെയ്ത് ഇപ്പോൾ കോട്ടയം പാമ്പാടിയിൽ താമസിക്കുകയാണ്. നമ്മുടെ ഒരു റിട്ടയറിയാണ്. എങ്കിലും ദൈവം കൊടുത്ത അത്ഭുതകരമായ നന്മകളെക്കുറിച്ച് സാക്ഷീകരിപ്പാൻ ഈ പ്രോഗ്രാമിലൂടെ പ്രിയപ്പെട്ടവൾ നമ്മുടെ അടുക്കൽ കടന്നു വരികയാണ്. ഈ രൂപാന്തരപ്പെടുത്തുന്ന ജീവിത കഥ കേൾവിക്കാരായ നമുക്കെല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായി തീരട്ടെ, പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. പ്രിയദാസിയുടെ കഥയിലേക്ക് നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം കർത്താവെ അങ്ങനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും എൻ്റെ സാക്ഷ്യങ്ങൾ അവതരിപ്പിക്കാനും ദൈവം സഹായിച്ച ഈ സമയത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഹിൻകളം എന്ന ദേശത്താണ് ജനിച്ചത്. എൻ്റെ പിതാവിൻ്റെ പേര് ജോഷുവ, മാതാവിൻ്റെ പേര് ശോശാമ. അവരുടെ രണ്ടാമത്തെ മകളായിട്ട് ഞാൻ ജനിച്ചു. അവിടുത്തെ സെൻറ്റ് ബെഹനാൻസ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്തു. അവിടെ നിന്ന് ഞാൻ കുറേ നാൾ വെളിയിൽ 2 വർഷം മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ സാധിച്ചു. അവിടെ നിന്ന് തിരികെ വന്ന് ഇവിടെ വീട്ടിൽ വെറുതെ നിൽക്കുമ്പോഴാണ് കുറ്റപ്പുഴ സ്കൂളിലേക്ക് എന്നെ ജോലിക്ക് വിളിച്ച് 81 ഞാൻ സ്കൂളിലേക്ക് വന്നു. സ്കൂളിൽ അന്ന് പ്രിൻസിപ്പളായിരുന്നത് പാസ്റ്റർ കെ വർഗീസ് സാറാണ്. ഇന്ന് അദ്ദേഹം ഈ ലോകത്തിലില്ല, മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. 1 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ട്രാൻസ്ഫറായിപ്പോയി. പാസ്റ്റർ ജോൺ ബി തോമസ് അവിടെ വന്നു. ആ സമയത്ത് എൻ്റെ വിവാഹം, അതായത് 83 എൻ്റെ വിവാഹം നടന്നു. കോട്ടയം ഒളസ എന്ന് പറയുന്ന ദേശത്ത് ഫിലിപ്പോസ് എന്ന് പറയുന്ന അപ്പച്ചൻ്റെ മോനും ഫിലിപ്പോസാണ്. ഫിലിപ്പോസ് എന്ന് പറയുന്ന ആളെന്നെ വിവാഹം കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും, ഞാൻ അവിടെ കുറ്റിപ്പുഴ സ്കൂളിലെ ഹോസ്റ്റലിൽ നിന്നു. അദ്ദേഹം അവിടെ വീട്ടിലുമായിരുന്നു, ഒളച്ചയിൽ എന്ന് പറയുന്ന കോട്ടയത്ത് വീട്ടിൽ നിന്ന്. അങ്ങനത്തെ അവസരത്തിൽ കർത്താവ് ഞാൻ ഹോസ്റ്റലിൽ തന്നെ നിന്നു. 1 വർഷം ഹോസ്റ്റലിൽ നിന്നതിന് ശേഷം തിരികെ ഞാൻ ഞങ്ങളുടെ ഒളച്ചയിലെ ഭവനത്തിലേക്ക് വന്നു. അങ്ങനെ ഇടയ്ക്ക് എനിക്ക് 2 മക്കളെ ദൈവം തന്നു. അത് ഒന്ന് അനൂസോണിയ ഫിലിപ്പ് എന്ന് പറയുന്ന കുഞ്ഞും, അതും എൻ്റെ മോള് അജയൻ ഫിലിപ്പ് എന്ന് പറയുന്ന രണ്ടാമത്തെ മോനും ദൈവം തന്നു. ഞങ്ങൾ 4 പേരും അങ്ങനെ സന്തോഷമായിട്ട് ഒളസയിൽ ജീവിക്കുന്ന സമയത്ത് എൻ്റെ മോളെ നഴ്സറി ചേർക്കുന്ന സമയമായപ്പോൾ ഞാൻ അവിടെ നിന്ന് മോളെ കൊണ്ടുവന്ന് കുറ്റപ്പുഴ സ്കൂളിൽ ചേർത്തു. അവിടെ നിന്ന് എനിക്ക് കോട്ടയത്ത് ഒളച്ചയിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കാണും. ഞങ്ങൾ അവിടെ അടുത്ത് വീട് വാടകയ്ക്ക് താമസിച്ചു. മോനെയും സ്കൂളിൽ ചേർത്തു. അങ്ങനെ ഞങ്ങൾ 4 പേരും അവിടെ സന്തോഷമായിട്ട് ജീവിക്കും. ആ സമയത്ത് ഇടയ്ക്ക് ജോൺ ബി തോമസ് മാറിക്കഴിഞ്ഞ് ഒരു റൊണാൾഡ് റോസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൾ 3-4 മാസത്തേക്ക് ജോലിക്ക് വന്നു. അദ്ദേഹം പോയതിന് ശേഷം കെ എൻ വർഗീസ് സാർ പ്രിൻസിപ്പളായി. അതിനുശേഷം നടരാജൻ സാർ വന്നു. അതിനുശേഷം പിന്നെ ഒരു മത്തായി കുട്ടി സാർ വന്നു, പ്രിൻസിപ്പളായിട്ട് വന്നു. അതിനുശേഷം അങ്ങനെ ഓരോ പ്രിൻസിപ്പൾമാർ മാറി. ജോലിയിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ പിന്നെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്ന സമയമായപ്പോൾ ഞങ്ങളങ്ങ് അവിടെ കുറ്റപ്പുഴ നമ്മൾ സ്കൂളിനടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ച്. പി എ തോമസ് സാറിൻ്റെ സമയത്ത് എൻ്റെ ഭർത്താവിനും അവിടെ കുറ്റപ്പുഴ ജോലി കൊടുത്തു. പി എ തോമസ് സാറാണ് ജോലി കൊടുത്തത്. പുള്ളിയെ അവിടെ ലാബിലെ അറ്റൻഡറായിട്ട് ജോലി കൊടുത്തു. അവിടെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ പിന്നെ ബസ്സിൽ ജോലിക്കായിട്ട് പിന്നെ ബസ്സിൽ പോകേണ്ടതായിട്ട് വന്നു. ആ സമയത്തൊക്കെ ഞാനും അവിടെ തന്നെ പിന്നെ നഴ്സറിയിലായിട്ടാണ് ജോലി ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ എന്നെ രാജാബ്രാം സാർ പ്രിൻസിപ്പളായിട്ട് വന്നപ്പോൾ എന്നെ പിയൂണിൻ്റെ സ്ഥാനത്ത്, അന്ന് പിയൂണായിട്ടിരുന്ന ഒരു മുതൽക്കുട്ടിയമ്മാമയുണ്ടായിരുന്നു. പുള്ളിക്കാരി റിട്ടയർഡായപ്പോൾ എന്നെ ആ സ്ഥാനത്ത് വന്നു. ഞാൻ പിന്നെ പെൻഷനാകുന്നിടം വരെ ആ ജോലി ചെയ്തു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു. അതിനിടയ്ക്ക് എൻ്റെ മോളുടെ 2 പേരും നല്ല അവിടുത്തെ നമ്മുടെ സ്കൂളിൽ തന്നെ പിന്നെ 12ാം ക്ലാസ് 2 പേരും പാസ്സായി.
സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസും പിള്ളേരും പള്ളിയിലെ ആക്ടിവിറ്റീസും മക്കൾ രണ്ടുപേരും എല്ലാത്തിനും പങ്കെടുക്കുമായിരുന്നു. നല്ല ആക്റ്റീവ് മെമ്പേഴ്സായിരുന്നു പിള്ളേർ അവിടെ നിന്നു. അതിനുശേഷം മോൾക്ക് സൂററ്റിൽ അഡ്മിഷൻ കിട്ടി. നേഴ്സിങ്ങിന് അവിടെ പോയി നേഴ്സിംഗ് പാസ്സായി വന്നു കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ മോൾക്ക് സൗദിയിൽ ജോലിക്ക് സെലക്റ്റായി. അവിടെ അവിടെ ചെന്ന് ജോലി ചെയ്തതിനിടയ്ക്ക് വിവാഹാലോചന വന്നു. നമ്മുടെ ഒരു പാസ്റ്റർ സേവിയർ എന്ന് പറയുന്ന ആളിൻ്റെ മോനെ ഷാൻ എന്ന് പറയുന്ന പയ്യന് വിവാഹം ആലോചിച്ച് കല്യാണം നടന്നു. 2011 സെപ്റ്റംബർ 22 കല്യാണം. അതിനുശേഷം മോൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. +2 കഴിഞ്ഞു. അവൻ പിന്നെ ഡിഗ്രിക്ക് പോയി. പല ഡിഗ്രിയും BCAയും BSCയും പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എടുത്ത് അങ്ങനെ നിന്ന് അവസാനം പല ജോലിയിലും അവൻ ഏർപ്പെട്ട് അങ്ങനെ നിന്നിപ്പം മോൾ അതിനിടയ്ക്ക് സൗദിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ മോളുടെ നാത്തൂൻ പറഞ്ഞ് മോളെ അവിടെ നിൽക്കണ്ട, UK പോരാൻ പറഞ്ഞ് അതിനുള്ള കാര്യങ്ങളൊക്കെ അവൾ ക്രമീകരിച്ച് മോളെ UK കൊണ്ടുപോയി. മോളെ UK പോയി വരുമ്പോൾ 8 മാസം കഴിഞ്ഞപ്പം മരുമോനെയും കൊണ്ടുപോയി. അവിടെ അവരങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ മോൻ തന്നെ ഇവിടെ ആയി പോകുമല്ലോ എന്ന് അവർക്കൊരു വിഷമമായത് ആങ്ങള. അപ്പം ഒരു കാര്യം ചെയ്യും, അമ്മ ഞാൻ കുഞ്ഞിനെ കൂടെ ഇനി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയെന്ന് പറഞ്ഞ് മോനെ കൂടെ അവിടെ കൊണ്ടുപോയി. അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിക്കാനിടയ്ക്ക് എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ടായി. കുഞ്ഞിപ്പം 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പം പള്ളിയിലെ ഒരു കോമ്പറ്റീഷൻ്റെ വേണ്ടി എൻ്റെ ഹംഗറി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിരിക്കുകയാണ്. പിന്നെ പങ്കെടുത്ത് എല്ലാ ലെവലിലും അവൾക്ക് ഫസ്റ്റായിരുന്നു. അവളുടെ ഗ്രൂപ്പിലും ഫസ്റ്റായിരുന്നു. അങ്ങനെ അവരെ ലാസ്റ്റ് ലെവലിലേക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിരിക്കുകയാണ്. ഹംഗറി എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ അവർ സന്തോഷമായിട്ട് അവിടെ അങ്ങനെ ജീവിക്കുന്നു. ഞങ്ങൾ അതിനിടയ്ക്ക് എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ഡിസംബർ 4-ാം തീയതിയാണ് ഞങ്ങൾ ഈ പുതിയ ഭവനത്തിലേക്ക് താമസം തുടങ്ങിയത്. ഡിസംബർ അവസാനം ഒരു കുഴപ്പമില്ലായിരുന്നു. ജനുവരി ആയപ്പോൾ മുതൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ വന്നു. എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പല ആശുപത്രിയിലും കൊണ്ടുപോയിട്ട് അവരാരും ആശുപത്രിയിലെ ഒരു വിവരങ്ങളും പറഞ്ഞു തന്നില്ല. ഇൻഡോ അമേരിക്കൻ വൈക്കത്ത് ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു കറക്റ്റായിട്ടും ഈ അസുഖം തന്നെ ക്യാൻസറാണെന്ന് തന്നെ തീർച്ച പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് മെഡിക്കൽ കോളേജിൽ വന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ചികിത്സിച്ച് അവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയും ചികിത്സിക്കാനൊന്നുമില്ല, ശരീരം ആസകലം എല്ലാ അവയവങ്ങൾക്കും ഈ അസുഖം ബാധിച്ചിട്ടുണ്ട്, ഇനിയും മരുന്നുകളൊന്നുമില്ല, പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ എന്തെങ്കിലും സഹകരണം മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ, അല്ല മരുന്നൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ മണർകാട് സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുവന്ന് 2 ആഴ്ച അവിടെ കിടത്തി. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇനി ഇവിടെ ഞങ്ങൾ മരുന്നൊന്നും ചെയ്യാനില്ല, ഞങ്ങളതുകൊണ്ട് ഡ്രിപ്പ് ഇടുമായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തേക്ക് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുമോ, എന്തെങ്കിലും അസ്വസ്ഥത കൂടുതലാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വന്ന് ഇവിടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എങ്ങനെ ശുശ്രൂഷിച്ചോ അതുപോലെ തന്നെ ഈ കട്ടിലൊക്കെ ഉയർത്തുകയും താഴ്ത്തുകയൊക്കെ ചെയ്യാവുന്ന സൈസ് കട്ടിലൊക്കെ വാങ്ങിച്ച് ഇവിടെ കൊണ്ട് കിടത്തി. 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അസ്വസ്ഥത കൂടുതലായി. ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. ഡോക്ടർ വന്നു ആഹാരം കൊടുക്കാനായിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് അങ്ങനെ 2 ദിവസം ആഹാരം കൊടുത്ത് കഴിച്ച് കിടന്നു. അത് 17-ാം തീയതി ആയപ്പം വൈകിട്ട് 7:30-8 മണി ആയപ്പോഴത്തേക്ക് അദ്ദേഹം പോയി. പിന്നെ ഞങ്ങൾ 19-ാം തീയതി അടക്കം ചെയ്തു. അതിനുശേഷം ഞാനും എനിക്ക് 2 കൂട്ടുകാരായിട്ട് 2-3 സഹോദരിമാരെ സെലക്ട് ചെയ്ത് തന്നു. ആദ്യം ഒരു സ്ത്രീ നിന്നു, അവർ പോയി കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നു, അവരും പോയി. ഇപ്പോൾ 3ാമത്തെ ഒരാളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാനും അവരും മാത്രമേ ഇവിടെ ഉള്ളൂ, ദൈവമുണ്ട് ഞങ്ങളുടെ കൂടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. എനിക്കതിനിടയ്ക്ക് ഞങ്ങൾ കുറ്റപ്പുഴയിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞ് 3-4 ശബദത്തിനെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരന് സുഖമില്ലാതെ വന്നു. അതുകൊണ്ട് പിന്നെ എൻ്റെ കുഞ്ഞാന് സുഖമില്ലാതെ വന്നതാണ് ഞങ്ങൾക്ക് പിന്നെ കുറ്റപ്പുഴ പള്ളി പോകാൻ പറ്റിയില്ല. പിന്നെ അതിന് ശേഷം കുഞ്ഞാൻ മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് 1-2 പ്രാവശ്യം എൻ്റെ ബ്രദർ എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. അവനായിരുന്നു പിന്നെ അന്ന് മുതലേ എന്നെ ശുശ്രൂഷിച്ച് എൻ്റെ കൂടെ കാവലായിട്ട് നിന്നത്. പക്ഷേ അവൻ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇവിടുന്ന് കുറ്റപ്പുഴ പള്ളി വരുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കുറ്റപ്പുഴ പള്ളിയിൽ എന്നെ വണ്ടിയിൽ ഇറക്കി വെച്ച് അവൻ അങ്ങ് വെണ്ണിക്കുളത്ത് പോകുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് സന്തോഷമായിട്ട് വന്ന് പെട്ടെന്ന് അവന് UK പോകേണ്ടതായിട്ട് വന്നു. അവനങ്ങ് UK പോയപ്പോൾ
ഞാൻ അതിനിടയ്ക്ക് തൃശ്ശൂർ എൻ്റെ മൂത്ത ആങ്ങളുടെ പാസ്റ്റർ KJ വർഗീസിൻ്റെ വീട്ടിൽ പോയി 2 മാസം താമസിച്ചു. അവിടുന്ന് ഞങ്ങൾ തിരികെ വന്നു. എനിക്കൊരു കൂട്ടനായിട്ടൊരു സ്ത്രീയെ കൊണ്ടുത്തന്ന് ഞങ്ങളങ്ങനെ സന്തോഷമായിട്ട് കഴിയുകയാണ്. ഇപ്പം അത് കഴിഞ്ഞപ്പോൾ വേറെ സ്ത്രീ വന്നു, അവർ പോയി കഴിഞ്ഞു. ഇപ്പം വേറൊരാൾ, മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കും. പിന്നെ ഈ ജീവിതത്തിലൊക്കെയും ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ദൈവം ചെയ്ത പ്രവൃത്തികളൊക്കെയും ഒരിക്കലും മറക്കാനാവാത്ത, ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും ദൈവം സാക്ഷിയാണ്. ദൈവമാണ് ഇതെല്ലാം എനിക്ക് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ കുറ്റപ്പുഴ വാടകയ്ക്ക് താമസിക്കാൻ ആദ്യം പോകുമ്പോൾ ഞങ്ങൾക്കൊരു സാധനം പോലും ഇല്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തും പഠിക്കാനുള്ളൊരു സൗകര്യം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളവിടെ ചെന്ന് ഞങ്ങൾ 2-3 മാസം അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഞാൻ പിന്നെ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് 2 കസേരയൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ കുഞ്ഞുങ്ങൾ 2 പേരും അരമതിലേ വെച്ചുകൊണ്ടായിരുന്നു വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തത്. ആ ഇരുന്ന അവസ്ഥയിൽ ദൈവം ഞങ്ങൾക്കൊരു മേശ വാങ്ങാനുള്ള സൗകര്യം ഒത്തു തന്നു. അപ്പോൾ എനിക്ക് മാത്രമേ ജോലിയുള്ളൂ, എൻ്റെ കുഞ്ഞാന് ജോലി കൊടുത്തില്ല. അത് കഴിഞ്ഞാണ് പാസ്റ്റർ PA തോമസ് സാർ അവിടെ വന്നപ്പോൾ എൻ്റെ ഭർത്താവിനും അവിടെ ജോലി കൊടുത്തു. ഞങ്ങളങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു. അപ്പോഴാണ് അതിന് ശേഷം ദൈവം ഇത്രയും അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തി. ഒന്നുമില്ലായ്മയിൽ ദൈവം ഞങ്ങളെ വഴി നടത്തി. എത്രത്തോളം യഹോവയോട് ഞങ്ങളെ സഹായിച്ചു, വഴി നടത്തിയതിന് ദൈവത്തിന് നന്ദിയുണ്ട്. പിന്നെ ഇപ്പോൾ എനിക്കൊരു പ്രയാസമുള്ളത്, ഇവിടെ നിന്ന് കുറ്റപ്പുഴ പള്ളിയിലേക്ക് പോകാൻ എനിക്ക് സാഹചര്യം ഒക്കുന്നില്ല. കാരണം വാഹനമുണ്ട്, പക്ഷേ ഡ്രൈവറില്ല. അതിനുവേണ്ടി ഡ്രൈവറെ നമ്മൾ പ്രത്യേകം വിളിച്ചുകൊണ്ട് വന്ന് നമുക്ക് വാഹനത്തിൽ കയറി അവിടെ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഇപ്പം 2 മാസമായിട്ട് ഞാൻ പള്ളിയിൽ പോകാതിരിക്കുക. എങ്കിലും അടുത്ത ശനിയാഴ്ചയെങ്കിലും, അതായത് അടുത്ത ശബദിനെങ്കിലും പള്ളിയിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാം നടത്തട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നടത്തിയ ദൈവം ഇനിയും നടത്തും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും കർത്താവെ യാതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. കർത്താവിൻ്റെ അവിടുത്തെ വ്യത്യസ്ത നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ആൻറ്റി LC ഫിലിപ്പോസിൻ്റെ ജീവിത കഥ നമുക്കെല്ലാവർക്കും വലിയൊരു പ്രചോദനമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. വീണ്ടും പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.